യുവതിയുടെ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടം ഇനി പാലക്കാട് MLA സ്ഥാനത്ത് നിന്ന് തുടരണമെന്ന് നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ ചോദിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കണ്ടെന്നുള്ളൊരു തന്നെയാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഇത്രയും ഇതൊക്കെ ചെയ്തിട്ടും പിന്നെ ഒരു MLA ആയിട്ട് തുടരണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതല്ലേ. അദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ കോടതി അത് കാണും. അങ്ങനെ ആ സ്ഥാനത്ത് നിന്ന് പിന്മാറലാണ് അദ്ദേഹത്തിനും നല്ലത്. ധാർമ്മികത തീരെയില്ലാത്ത ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇനിയും രാഷ്ട്രീയത്തിൽ തുടരുന്നതിനോട് നമുക്ക് അഭിപ്രായമില്ല. അപ്പോൾ MLA സ്ഥാനത്ത് നിന്ന് ഒഴിയണം എന്നാണ് പറയുന്നത്. കുറേ ലോസൊക്കെ, അതായത് പുറം രാജ്യത്ത് പോലെ കുറേ ലോസൊക്കെ ഇവിടേക്കും വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. സത്യാവസ്ഥ ആണെങ്കിൽ അത് ഉള്ളതാണെങ്കിൽ രാജിവെക്കണം തന്നെ അഭിപ്രായം. തീർച്ചയായിട്ടും നാട്ടിലെ പ്രതിനിധികൾ തെരഞ്ഞെടുത്തതല്ലേ, അതുകൊണ്ട് തുടരുന്നതിന് കുഴപ്പമില്ല. ആ സ്ഥാനം വരെ കാലാവധി തീരുന്ന വരെ തുടരുന്നതിന് കുഴപ്പമൊന്നുമില്ല. MLA സ്ഥാനം രാജിവെക്കുകയാണ്. അതിന് മുന്നേ എത്ര MLA മാർക്ക്, മുകേഷ് അങ്ങനത്തെ MLA മാർക്കൊക്കെ വന്നിട്ട് അവരാരും രാജിവെച്ചിട്ടില്ലല്ലോ. അപ്പോൾ രാജിവെക്കാത്തതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പാർട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അയാളെ യുക്തിപരമായിട്ടുള്ള തീരുമാനം എടുക്കാമെന്ന് അവരെ പാർട്ടി. പക്ഷെ അത് അയാൾ കേട്ടിട്ടില്ല. പെൺകുട്ടീൻ്റെ കാര്യമാണ്. അവരെ അങ്ങനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ തുടരുന്നത് ശരിയല്ല. ജയിപ്പിച്ച ജനങ്ങളോട് ചെയ്യുന്ന ഒരു അവഗണനയാണത്. സമൂഹത്തിൽ ഇത്രയും കൂടുതൽ ആരോപണങ്ങൾ ഏൽക്കപ്പെട്ട ഒരാളെന്നുള്ള നിലക്ക് ധാർമ്മികമല്ല. സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. പിന്നെ അങ്ങനെ ഒരു സത്യമാണെങ്കിൽ തുടരാനൊരു ഇതില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ, അപ്പോൾ തെറ്റ് സമ്മതിക്കുക. പിന്നെ തെളിവുകൾ വന്ന സ്ഥിതിക്ക് ഇനി അങ്ങേര് പിടിച്ചു നിന്നിട്ട് കാര്യമില്ല. രാജിവെക്കുക, പിന്നെ തെരഞ്ഞെടുപ്പ് നേരിടുക. ഇപ്പം എൻ്റെ രീതി പറയുവാണെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്കാരെ മാറ്റുക എന്നുള്ള ഒരു ഇതാണ് ശരിക്കും. വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ ഇങ്ങനെയുള്ള സ്ഥാനത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ നടപടിയല്ല. അവർക്ക് ഉണ്ടായതിന് നമ്മളായിട്ടെങ്കിലും ഒരു നീതി കൊടുക്കണ്ടേ. അപ്പം എനിക്കതിനോട് താല്പര്യമില്ല. അയാൾ പോകുന്നത് തന്നെ നല്ലത്. അത് നിയമമൊക്കെ ഉണ്ടല്ലോ, നിയമത്തിൻ്റെ വഴിക്ക് അങ്ങനെ പോകും. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതിപ്പം MLA ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും ആരാണെങ്കിലും തെറ്റാണ്. MLA തുടരുന്നത് തെറ്റാണ്. MLA തുടരാൻ പാടില്ല, രാജിവെക്കണം. നാടിനെ ഫുള്ള് പറയിപ്പിച്ചില്ലേ, നാറ്റിയില്ലേ, കേരളം ഒട്ടാകെ നാറിയില്ലേ. യൂത്ത് കോൺഗ്രസ് പറ്റപ്പോയി. കേസ് തെളിഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ അയാൾ ചെയ്തിക്കണോ ചെയ്തിട്ടില്ലെന്ന്. ഇതിന്റെ മുമ്പുള്ള കേസുകൾ ഇപ്പോൾ അയാൾ ഇല്ലാന്നുള്ളത് പറഞ്ഞിട്ടല്ലേ കോടതി ജാമ്യം കൊടുത്തത്. കോടതി തീരുമാനിക്കട്ടെ. MLA ആയാലും അതിൻ്റെതായുള്ള ഒരു മാന്യതയൊക്കെ ഉണ്ടാവില്ല. അതുവരെ ഇല്ലാതെ കൊലത്തിൽ വളരെ മോശത്തിലായിപ്പോയി. ഇതുവരെ ആരും ഒരു MLA ഒന്നും ഇത്രയും കാലത്ത് കേരളത്തിൽ അങ്ങനത്തെ ഒരു ആൾ ഉണ്ടായിട്ടേ ഇല്ല എന്ന് തന്നെ പറയണം. ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് ആ ചോദ്യം ചെയ്യലും വിചാരണയും ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികളെ പിന്നീട് അങ്ങോട്ട് നേരിടുന്നത് സംശയാസ്പദമായ അധികാരത്തിലിരിക്കുന്ന ഒരാൾ വിചാരണ വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഒഴിവാക്കാൻ തീർച്ചയായിട്ടും രാജിവെക്കുന്നത് തന്നെയാണ് ഉചിതം. പക്ഷെ അത് അയാളിൽ നിന്നുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. ഇപ്പോഴും അദ്ദേഹം ഒരു ജാള്യതയും ഇല്ലാതെ ചിരിച്ചുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ. അതൊരു നേരത്തെ തന്നെ കനകുലുവൊക്കെ പറഞ്ഞു കൊടുത്തൊരു ടാക്ടിക്സ് ഉണ്ട്. ഇപ്പോൾ ഷാഫി പറമ്പിലായാലും രാഹുൽ മങ്കടത്തിലായാലും എപ്പോഴും ജനങ്ങളെ ചിരിച്ചുകൊണ്ട് കാണണം എന്നൊക്കെ പറഞ്ഞാൽ ആ നിലയിൽ തന്നെ തനിക്കിതൊന്നും ബാധകമല്ല. ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല. ശരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ശക്തമായ അദ്ദേഹം രാജിവെക്കണമെന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം. അത് മനസാക്ഷിനോട് ചോദിക്കുക, അവൻ്റെ മനസാക്ഷിനോട് ചോദിക്കുക, അവന് ധാർമ്മികത ഉണ്ടോ ഇല്ല എന്നുള്ളത്. UDF നേതാക്കന്മാരുണ്ടല്ലോ, തലമുതിർന്ന നേതാക്കന്മാരുണ്ട്. അവരൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. രാഷ്ട്രീയം, കേരളത്തിൻ്റെ UDF രാഷ്ട്രീയം എവിടത്തേക്കാണ് പോകണമെന്നുള്ളത് ചിന്തിച്ചാൽ മതി. ആരാലയിലേക്കാണ് എത്തിക്കണം എന്നുള്ളത് അതും ചിന്തിച്ചാൽ മതി. ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ പ്രതിനിധിയായ MLA രാഹുൽ മാങ്കൂട്ടം ഇനി ഈ MLA സ്ഥാനത്ത് യോഗ്യനല്ല എന്നാണ് പൊതുവികാരം. കോഴിക്കോട് നിന്നും ആകാശ്, ന്യൂസ് മലയാളം.